പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ 7-ാം സങ്കീർത്തനത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നു. ഇത് ഒരു വിഭ്രമഗീതം, ദാവീദ് പാടിയ ഒരു വിഭ്രമഗീതം. അതായത് ശൗലിനെതിരെ ദാവീദ് ഗൂഢാലോചന നടത്തുന്നുവെന്ന് ബെന്യാമീനായ കൂശ് പറഞ്ഞതായ ഒരു സന്ദർഭത്തിൽ ദാവീദ് പാടുന്ന ഒരു സങ്കീർത്തനമാണിത്. ഇതിന് അല്ലെങ്കിൽ പ്രയർ ഫോർ ജസ്റ്റിസ് എന്ന് വേണമെങ്കിൽ പറയാം. നീതിക്ക് വേണ്ടി ദൈവത്തോടുള്ളൊരു പ്രാർത്ഥനയാണ്. ഓരോ പ്രാർത്ഥനയുടെ ലക്ഷ്യം പല രീതിയിലാണ്. ഇവിടെ ദൈവമേ നീതി, അതായത് അവിടെ തുടർന്ന് വരുമ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, നീതിക്ക് വേണ്ടി ദാവീദ് ദൈവത്തോട് യാചിക്കുകയാണ്. 4-ാം സങ്കീർത്തനത്തിൽ എൻ്റെ നീതിയായ ദൈവമേ എന്ന് പറയുമ്പോൾ എപ്പോഴും ദാവീദ് ദൈവത്തിലുള്ള നീതി കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളെപ്പോഴും അങ്ങനെ ആയിരിക്കണം. ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു, മറ്റുള്ളവരെന്ത് ധരിക്കുന്നു എന്നുള്ളതല്ല, മറ്റുള്ളവരുടെ ധാരണകളും എല്ലാം നമുക്ക് മാറ്റിമറിക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ദൈവം നോക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയുണ്ട്, ദൈവത്തിന് മുമ്പ് നമ്മൾക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? സങ്കീർത്തനൊക്കെ പറഞ്ഞ എൻ്റെ കൈകൾ മലർത്തുമ്പോൾ സന്ധ്യായാഗമായി, കൈകൾ മലർത്തുകയാണ് ദൈവത്തിൻ്റെ സന്നിധി ചെന്നു. അപ്പം കൈകൾ മലർത്തുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് ഇസ് കർത്താവ് ക്ലീൻനെസ്, ആ എംപ്റ്റിനെസ്, അതായത് തന്നെ തുറന്നു കാണിക്കുക ദൈവസന്നിധിയിൽ. അതാണ് കൈകൾ മലർത്തുന്നതിൻ്റെ അർത്ഥം. ഇവിടെ നമ്മൾ വായിക്കുക, എൻ്റെ ദൈവമായ യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചു വിടുവിക്കണമേ. അവൻ സിംഹമെന്ന പോലെ എന്നെ കീർക്കളയരുതേ. വിടുവിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ എന്നെ ചീന്തിക്കളയരുതേ. എൻ്റെ ദൈവമായ യഹോവേ, ഞാനത് ചെയ്തിട്ടുണ്ട്. എൻ്റെ പക്കൽ നീതി കേട്ടുണ്ടെങ്കിൽ, എനിക്ക് ബന്ധുവായിരുന്നതോട് ഞാൻ ദോഷം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതുകൂടാതെ എനിക്ക് വരികയായിരുന്നവനെ ഞാൻ വിടുവിച്ചുവല്ലോ. ശത്രുവിൻ്റെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ. അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ. എൻ്റെ മാനത്തെ പൊഴിയിൽ തള്ളിയിടട്ടെ. ഇവിടെ അതായത് ഒരു ദൈവവൈദ്യന് എപ്പോഴും ഒരു ശത്രുവുണ്ട്. ശത്രുവാകുന്ന സാത്താൻ എപ്പോഴും അവനെതിരാണ്, ഒരു എതിരാളിയുണ്ട്. അപ്പോൾ അവൻ തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പക്ഷെ അവന് ലിമിറ്റഡ് അവന് ഒരു ദൈവവേദന മേൽ അവകാശമില്ല. ദൈവം അനുവദിക്കാതെ അവനെ തൊടാൻ പോലും സാധിക്കത്തില്ല. യോബിൻ്റെ ജീവിതം നമ്മളത് കാണുന്നുണ്ട്. അവന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയെന്ന് പറയുന്നത് ദൈവം. ഞാനറിയാൻ നിൻ്റെ തലയിൽ രോമം പോലെ പൊഴുകിയില്ല എന്ന് പറയും. നിൻ്റെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അല്ലേ. തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്, കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാക്കണമെന്നൊരു സങ്കീർത്തനത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. ഐ ബോൾ, കണ്ണിൻ്റെ കൃഷ്ണമണിയെ കണ്ണെപ്പോഴും സൂക്ഷിക്കുകയാണ് അല്ലേ. വിഷയങ്ങൾ തോറും ഐലിറ്റ്സ്, അതായത് കണ്ണിമയ്ക്കുന്ന, കണ്ണിമ എന്ന് പറയുന്നത് പെട്ടെന്ന് നടക്കുന്ന സംഭവമാണ്. എന്തെങ്കിലും ഇതിന് നേരെ വരുമ്പോൾ കണ്ണടയ്ക്കുന്നു. അപ്പോൾ അങ്ങനെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ അത് ഏറ്റവും സുരക്ഷിതമായിട്ട് മനുഷ്യൻ സൂക്ഷിക്കാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന ഒരു അവയവമാണ്. ഇപ്പോൾ ഇവിടെ പറയുകയാണ്, എന്നെ വേട്ടയാടുന്ന എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച് വിടുവിക്കണമേ. സിംഹമെന്ന പോലെ എന്നെ കീറിക്കളയാതെ. അത് പത്രോസ്ലീഹായും പറയുന്നുണ്ട്, ആരെ വിഴുങ്ങിയിട്ടൊന്ന് തിരിഞ്ഞ് അലറുന്ന സിംഹം പോലെ പിശാച് ചുറ്റിത്തിരിയെന്ന് പറയണേ. അലറുന്ന സിംഹം പോലെ എന്ന് പറയാം. ഒരു സൈഡ് പറയും അലറുന്ന സിംഹം പോലെയാണ്, ലൈക്ക് ലയൺ. ബട്ട് യേശുവാണ് ആരാണ്? യേശു അവൻ യഹൂദാഗോത്രത്തിലെ സിംഹമാണ്, പോലെയല്ല. ദ ലയൺ ഓഫ് ജൂദ എന്ന് പറയും, യഹൂദാഗോത്രത്തിലെ സിംഹമായവൻ. അവൻ നമ്മളോട് കൂടെയാണെങ്കിൽ ശത്രു നമ്മളെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല, ദൈവം അനുവദിക്കാതെ. ചില പരീക്ഷകളും പരീക്ഷണങ്ങളും ഒക്കെ ദൈവം നമ്മുടെ ജീവിതത്തെ അനുവദിക്കുകയാണ് ഫോർ ടെസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മളെ പരിശോധിക്കാനായിട്ട്, നമ്മളെ കൂടുതൽ മികവിലേക്ക് നടത്താൻ വേണ്ടിയാണ് ഓരോ ടെസ്റ്റിങ് വരുമ്പോൾ അല്ലേ. ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഇത് ചവിട്ടിക്കയറുന്നവരെല്ലാം ഓരോരോ പരീക്ഷകളെ അതിജീവിക്കുകയാണ്. ഓരോ പരീക്ഷകൾ വരും, പക്ഷേ ആ പരീക്ഷകളെ അത് പ്രിപ്പയർ ചെയ്ത് അതിനെ അതിജീവിക്കുമ്പോൾ എന്താണ് ഗ്രോത്ത്, അവിടെ വളർച്ച സംഭവിക്കുകയാണ്, അവിടെ ഒരു ഉയർച്ച സംഭവിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും പരീക്ഷകളും എല്ലാം നമ്മൾ വരുമ്പോൾ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ, ദൈവത്തിലുള്ള ശരണത്തിൽ നമ്മളതിനെ ഓവർകം ചെയ്യുമ്പോൾ നമ്മളും അതുപോലെ ആത്മീയ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് ദൈവം നമ്മളെ നടത്തുകയാണ്. അതുകൊണ്ട് അനുവദനീയമായ പരീക്ഷകളും പരിശോധന ദൈവം നമ്മളെ സഹായിപ്പാനുണ്ട് അല്ലേ. യഹോവ വിശ്വസ്തൻ, അവൻ നമ്മളെ സഹായിക്കും. അവൻ ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ നമ്മളെ കാക്കും.
പക്ഷെ ദൈവത്തിന് ടെസ്റ്റിഫൈ ചെയ്ത് കൊടുക്കണം. ശത്രുവിൻ്റെ ഭാഗം നമ്മുടെ ഇതവൻ തെളിയിക്കും, ദൈവം തെളിയിച്ചു കൊടുക്കാൻ. അപ്പം നമുക്ക് ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് സാധിക്കണം. ഈ പറയുന്ന നമുക്ക് അതായത് വിജയത്തിന് അതായത് മിത്രങ്ങൾ നല്ലതാണ്, മിത്രങ്ങൾ. പക്ഷേ ഒരു വ്യക്തിയുടെ വിജയത്തിന് ശത്രുക്കൾ കൂടിയേ തീരൂ എന്ന് പറയും. ശത്രുവാണ് ഏറ്റവും വിജയത്തിന് കാരണമെന്ന് ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എനിമീസ്. ഒരു ശത്രു ഉണ്ടെങ്കിൽ എന്താ നമ്മൾ എപ്പോഴും അതിനെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെതിരെ നമ്മൾ അപ്പോൾ നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ എല്ലാം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പം നമുക്കറിയാതെ നമുക്ക് അതിനുള്ള കൃപ കിട്ടുകയാണ്. അപ്പോൾ അത് നമ്മളെ ശക്തരാക്കുകയാണ്. ഈ ഗോലിയാത്ത് വന്നില്ലെങ്കിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അല്ലേ ഏറ്റവും നിർണായകമായൊരു ഘട്ടമായിരുന്നു ഗോലിയാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗോലിയാത്തിൻ്റെ മുമ്പിൽ അവിടെയാണ് ജയത്തിൻ്റെ ഗീതം വരുന്നത്. അഭിമാകരമായ ഭയങ്കര അമാനുഷികമായെന്നൊക്കെ പറയും. പക്ഷേ ബിഫോർ ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നിസ്സാരമാണ് അല്ലേ. നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്കറിയാം, നമ്മളെല്ലാം കടന്നു പോയിട്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ദൈവത്തിൻ്റെ കരം പിടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിതാവിൻ്റെ കരം പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിന് എന്തിനേയും ധൈര്യമാണ് അതിന്. ആ ധൈര്യത്തോടെ വരും. ഇപ്പോൾ ഒരു പട്ടിയെ കണ്ടിട്ട് ഓടി വരും, ആ കുഞ്ഞ് ഓടി വന്നിട്ട് അപ്പനങ്ങനെ അതിനെ എടുത്തു അല്ലെങ്കിൽ അമ്മയെ എടുത്തു, അതിനെടുത്ത് മാറോട് ചേർക്കുമ്പോൾ പിന്നെ ആ അമ്മയുടെ കയ്യിലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ പിതാവിൻ്റെ കയ്യിലിരുന്നുകൊണ്ട് ആ പട്ടിയെ കുഞ്ഞ് ശാസിക്കുക, പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പട്ടിയോട് ആ കുഞ്ഞ് കമാൻഡ് ചെയ്യുന്ന കാണാനായിട്ട് പറ്റും. പക്ഷെ നിലത്ത് നിന്നപ്പോൾ അത് തന്നെയായിരുന്നു അത് ഓടി വരിക, അതിന് ഫിയർ, ഭയപ്പെട്ടിട്ട്. പക്ഷെ തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ കരങ്ങളിലായിരിക്കുമ്പോൾ അതിന് ധൈര്യം കിട്ടുക. ഇതെന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇവിടെ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന, നീതിയായ ദൈവമേ എന്നെ രക്ഷിക്കണമേ, വേട്ടയാടുന്ന എല്ലാവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറയാം. എന്നിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ നീതികേടുണ്ടെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ എന്ന് പറയാണ്. ശത്രുവിനെ പ്രാണനെ പിന്തുടർന്ന് പിടിക്കട്ടെ, അവൻ എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടട്ടെ, എൻ്റെ മാനത്തെ പൊഴിയെ തള്ളിയെടുത്തെ. യഹോവയെ കോപത്തോടെ എഴുന്നേൽക്കണമേ, എൻ്റെ വൈരികളെ ക്രോധത്തോടെ എതിർത്ത് നിൽക്കണമേ, എനിക്ക് വേണ്ടി ഉണരണമേ, നീ ന്യായവിധി കൽപ്പിച്ചുവല്ലോ. ജാതികളുടെ സംഘം നിന്നെ ചുറ്റി നിൽക്കട്ടെ, നീ അവർക്ക് മീതെ കൂടി ഉയരത്തിലേക്ക് മടങ്ങണമേ. മറ്റുള്ളവരുടെ ഇവിടെ ദാവീദ് നല്ല ഉറപ്പാണ്, ഞാൻ ശൗലിനെതിരെ ഗൂഢാലോചന ചെയ്തില്ല, ഞാൻ ശൗലിനെതിരെ അനർത്ഥം ചിന്തിച്ചില്ല. ശൗൽ എപ്പോഴും ദാവീദിനെ ആക്രമിക്കുക, ഉപദ്രവിക്കുക. പക്ഷെ അപ്പോഴെല്ലാം ദാവീദ് ഒഴിഞ്ഞു മാറുകയും ശൗലിനെ വകവരുത്താനുള്ള അവസരം കിട്ടിയിട്ട് പോലും അതൊന്നും ഉപയോഗിക്കാതെ ദാവീദ് ദൈവത്തെങ്കിൽ ശരണപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ അത് നല്ല പ്രാഗൽഭ്യമാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർ കുറ്റം വിധിക്കുമ്പോഴും നമ്മൾ ആ കുറ്റം ഇല്ലാതിരിക്കാൻ തക്കമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം വിചാരിക്കാതെ, ദോഷം ആരോപിക്കാതെ, മറ്റുള്ളവർക്ക് ഇത് തുടർന്ന് അവിടെ പറയുന്നുണ്ട്, വായിക്കാം, എനിക്ക് വേണ്ടി ഉണരണമേ, നീ ന്യായവിധി കൽപ്പിച്ചോളൂ. ജാതികൾ യഹോവയെ 8 ജാതികളെ ന്യായം വിധിക്കുന്നു. യഹോവ എൻ്റെ നീതിക്കും പരമാർത്ഥതയ്ക്കും തക്കവണ്ണം എന്നെ വിധിക്കണമേ. ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ, നീതിമാനെന്ന് ഉറപ്പിക്കണമേ. ദുഷ്ടൻ്റെ ദുഷ്ടത തീർന്നു പോകട്ടെ. ദുഷ്ടൻ്റെ അവിടെ പറയാണ്, കിണറ്റിൽ പച്ചവെള്ളം നിറഞ്ഞിരിക്കുന്ന പോലെ ദുഷ്ടത, പുതിയ ദുഷ്ടത സംഭവിക്കുന്നതാണ്. അവൻ എപ്പോഴും ദുഷ്ടതയിൽ തന്നെ ഉറപ്പിക്കുന്ന മനുഷ്യരുണ്ട്, പക്ഷെ അവൻ നിലനിൽക്കുകയില്ല. വല്ലവരെയും വീഴ്ചിട്ടല്ലാതെ അവന് ഉറക്കം വരികയില്ല എന്ന് തിരുവചനമുണ്ട്. അപ്പം അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ എപ്പോഴും അത് നിലനിൽക്കുകയില്ല. തൽക്കാലം അവർ എന്തെങ്കിലുമൊക്കെ ജയിച്ചു എന്നൊക്കെ വിചാരിക്കും, അത് നിലനിൽക്കുകയില്ല. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നുവല്ലോ. ഹൃദയം അറിയുന്ന ദൈവം എപ്പോഴും നമുക്ക് ആ ഒരു ഇൻസൈറ്റ്, ആ ഒരു ഇത് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തിന്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ദൈവത്തിലേക്ക് തന്നെ ചെല്ലണം. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ നിന്ന് കുറവുണ്ട്, എനിക്ക് എന്നെ ജയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഓരോ ദൈവത്തോട് പറയുമ്പോൾ ദൈവം അതിനുള്ള കൃപ തരും. അതാണ് പ്രയർ എന്നൊക്കെ പറയുന്നത്. ഇനി അവിടെ പറയുകയാണ്, എൻ്റെ പരിച ദൈവത്തിൻ്റെ പക്കലുണ്ട്, മൈ ഷീൽഡ്. അവൻ ഹൃദയ പരമാർത്ഥികളെ രക്ഷിക്കുന്നു. ഉണ്ടോ? ആ ഹൃദയ പരമാർത്ഥത അത് ഏറ്റവും ഇതായിട്ട് നന്നായിട്ട് ഒരു ഇത് പറയുകയാണ്. ഹൃദയത്തിൻ്റെ ആ പരമാർത്ഥതയോടെയുള്ള നമ്മുടെ നടപ്പ്. അപ്പോൾ നമുക്കവിടെ പേടിക്കാനൊന്നുമില്ല. നമ്മളൊരു വ്യക്തിക്കെതിരെ കുറ്റാരോപണം നടത്തുമ്പോൾ നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കവിടെ അതാണ് ഏറ്റവും വലിയ ഷീൽഡ് എന്ന് പറയുന്നത്, നിർഭയത്വം. ദൈവം നീതിയുള്ള ന്യായാധിപതിയാകുന്നു, ഗോഡ് ഓഫ് ജസ്റ്റിസ്. ദൈവം ദിവസം പ്രതി കോപിക്കുന്നു, ദ റാത്ത് ഓഫ് ഗോഡ്. അവിടെ പറയാം, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ നിൻ്റെ വാളിനെ മൂർച്ച കൂട്ടും, അവൻ നിൻ്റെ വില്ല് കുലച്ച് ഒരുക്കിയിരിക്കുന്നു. ഓരോ മനുഷ്യർക്കും രൂപാന്തരപ്പെടാനും ഒക്കെ ദൈവം അവസരം കൊടുക്കുന്നുണ്ട്. അത് ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർക്ക് ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ദൈവത്തിന് മുമ്പാകെ ഒരു വാക്കും പറയാൻ അവർക്ക് പറ്റത്തില്ല.
ഇന്ന് ദൈവത്തെ അധിക്ഷേപിക്കുന്നവർക്ക് പോലും രൂപാന്തരപ്പെടുവാനും ഒക്കെ ഉള്ളതായ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉപദേശങ്ങളും വ്യക്തികളെയൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. എന്നാൽ അവരത് കൂട്ടാക്കാതെ കടന്നു പോകുമ്പോൾ അവിടെ ദൈവം പറയുകയാണ്, എന്താ പറയുന്നത്, മനം തിരിയുന്നില്ലെങ്കിൽ അവൻ നിൻ്റെ വാളിനെ മൂർച്ച കൂട്ടും, അവൻ നിൻ്റെ വില്ലുപോലെ ചുരുക്കിയിരിക്കുന്നു, അവർ മരണാസ്ത്രങ്ങളെ അവൻ്റെ നേരെ തൊടുത്ത് നിൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി തീർക്കുന്നു. ഇതാ അവന് നീതികേടിനെ നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ചു വഞ്ചനയെ പ്രസവിക്കുന്നു. അപ്പോൾ മുമ്പിൽ ഞാൻ പറഞ്ഞ വാക്യം പാട് വരികയാണ്, അവനൊരു കുഴി കുഴിച്ചുണ്ടാക്കി കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു, അവൻ്റെ വേണ്ടാതനം അവൻ്റെ തലയിലേക്ക് തിരിയും, അവൻ്റെ ബലാത്കാരം അവൻ്റെ നെറുകിൽ തന്നെ വീഴും. ഇവിടെ പറയാണ്, നീതികേടിനെ നോവ് കിട്ടുന്നു, അവൻ കഷ്ടത്തെ ഗർഭം ധരിച്ച് വഞ്ചനയെ പ്രസവിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഈ വരുത്തി വയ്ക്കുന്നതായ വിനകളുണ്ട് ഓരോ ജീവിതങ്ങളിൽ. അവർ ഏറ്റെടുക്കുകയാണ് ഓരോ തിന്മകൾ, മറ്റുള്ളവർക്ക് തിന്മകൾ ഗൂഢാലോചനകളൊക്കെ നടത്തി അത് ഏറ്റെടുക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ അവൻ തനിക്ക് തന്നെ കുഴി കുഴിക്കുകയാണ്, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണമെന്ന് പറയുന്നതാണ്. ഒരു വന്യമൃഗങ്ങൾക്ക് ഇതിനു വേണ്ടി കുഴിച്ച കുഴിയാണ്, എന്നാൽ ഇവൻ തന്നെ അതിനകത്ത് അറിയാതെ ഇവൻ തന്നെ അതിനകത്ത് വീഴുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഹൃദയപരമാർത്ഥതയോടെ ദൈവസന്നിധിയിൽ ജീവിക്കേണ്ട സാധിക്കണം. ഇനി പറയുകയാണ്, അവൻ്റെ ബലാത്കാരം ഞാൻ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം സ്തുതിക്കും, അത്യുന്നതനായ യഹോവയുടെ നാമത്തിന് സ്തോത്രം പാടും. അപ്പോൾ യഹോവയെ അവൻ്റെ നീതിക്ക് തക്കവണ്ണം ഞാൻ സ്തുതിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അനീതിയൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ, കുറ്റാരോപണങ്ങൾക്ക് വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ നീതി ഓർക്കണം. ഗോഡ് ഓഫ് ജസ്റ്റിസ്, എനിക്ക് നീതി നടത്തി തരുന്നൊരു ദൈവമുണ്ട്. നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും പരിശോധിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം എനിക്ക് സഹായകനാണ്, ആ ദൈവം എൻ്റെ സങ്കേതമാണ്, ആ ദൈവം എന്നെ നടത്താൻ ശക്തനാണ്, വല്ലവനാണ്, ആ ദൈവം സർവശക്തനാണ്. അവിടുത്തെ സന്നദ്ധിയിലേക്ക് നമുക്ക് ചെല്ലാൻ പറ്റണം. മറിച്ച് മറ്റൊരു കാര്യം കൂടെ സംഭവിക്കണം, നമ്മൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് യേശു പറയുക, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, നിങ്ങൾ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ, ശത്രുക്കളെ സ്നേഹിക്കുക. അപ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ അതൊരു രൂപാന്തരത്തിന് കാരണമായി തീരാം. ഇല്ലെങ്കിലും നമ്മുടെ ഹൃദയം പരമാർത്ഥതയോടെ ആയിരിക്കും, നമുക്ക് ഗ്രഡ്ജോ അങ്ങനെയൊന്നും വരികയില്ല. ദൈവസ്നേഹം നമുക്ക് നിറഞ്ഞാൽ ഈ ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പറ്റും. ലോകപ്രകാരം പറ്റുമെന്ന് സുഖത്തിരുന്ന്, എന്നാൽ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. അത് നമുക്ക് ലേഖനം 5-ാം അധ്യായത്തിൽ 5-ാമത്തെ വാക്യം പറയാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ആ പരിശുദ്ധാത്മാവാകുന്ന ദൈവം ആ സ്നേഹം നമുക്ക് തരും. അത് ദിവ്യമായ സ്നേഹമാണ്, ഡിവൈൻ ലവാണ്, അത് എക്സ്ട്രാ ഓർഡിനറിയാണ്, അത് വ്യതിരിക്തമായ വ്യത്യസ്തമായ അനിതര സാധാരണമായ സ്നേഹമാണ്, അത് സമൂഹത്തിന് കാണാൻ പറ്റാത്ത സ്നേഹമാണ്. ആ സ്നേഹം നമ്മളിൽ വരുമ്പോൾ നമുക്ക് ഇത് പറ്റും, ശത്രുക്കളെ സ്നേഹിക്കാനായിട്ട് പറ്റും. അല്ലേ, ഈ ഗ്രഹാം സ്റ്റീൻസിൻ്റെ വൈഫൊക്കെ പറഞ്ഞ പ്രാർത്ഥനയുടെ ഭാര്യയുടെയും പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ആ ശത്രുക്കൾക്ക് വേണ്ടി, ഉപദ്രവിച്ചവർക്ക് വേണ്ടി എല്ലാം അവർ ക്ഷമിക്കുകയാണ്, നിരുപാധികം ക്ഷമിക്കുകയാണ്. ആ ക്ഷമയാണ് ക്രിസ്തീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കും അങ്ങനെ ഉപദ്രവം വരുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഓടി ചെല്ലുവാനും അഭയം പ്രാപിക്കുവാനും നീതിയായ ദൈവത്തോട് പ്രാർത്ഥിക്കാനും, മാത്രമല്ല ശത്രുവിൻ്റെ നാശത്തിന് വേണ്ടിയല്ല, അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, അവൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി, അവൻ്റെ മനംതിരിവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും ലഭിക്കും. ആ വ്യക്തിയുടെ ജീവിതവും ദൈവവും നമ്മുടെ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കാനിടയായിത്തീരും. അത് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. നന്ദിയോടെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു. സ്നേഹവാനും സത്യവാനും ബലവാനും നീതിയുള്ള ദൈവമേ, ഈ സമയം ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. എൻ്റെ നീതിയായ ദൈവമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവേ, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ശുദ്ധീകരണവും നീതീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു എന്ന് തീരുവാൻ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദൈവമേ, അവിടെ ഞങ്ങളുടെ നീതിയായിരിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആ ക്രൂശിൽ ഞങ്ങൾ നോക്കുമ്പോൾ നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി കഷ്ടം സഹിച്ച കർത്താവായ യേശുവേ, ഞങ്ങളുടെ സകല നീതിയും പൊക്കി ശുദ്ധീകരിക്കുന്ന അവിടുത്തെ തിരു രക്തത്തിനായി സ്തുതിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഓരോ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണം ഞങ്ങൾ അവിടെ പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവാൻ ദൈവമേ, ആ ദിവ്യ സ്നേഹത്താൽ, അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവസ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. അപ്പോൾ ഞങ്ങൾ ഉപദ്രവിക്കുന്നവർക്കൂടെ പ്രാർത്ഥിപ്പാൻ കൃപ തരണമേ. അവരുടെ രൂപാന്തരത്തിന് വേണ്ടി ഞങ്ങളുടെ ആഗ്രഹമായിരിക്കട്ടെ. മറ്റുള്ളവർക്ക് ഒരിക്കലും ദോഷം വരുവാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ വണ്ണം ഞങ്ങളുടെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണമേ. നിഷ്കളങ്കതയെ ഞങ്ങളെ തന്നെ ഉറപ്പിക്കുവാൻ, ദൈവത്തിൽ ഞങ്ങൾ ആശ്രയിപ്പാൻ എപ്പോഴും ഞങ്ങളെ സഹായിക്കണമേ. ഇതുവരെയും ചൊരിഞ്ഞ എല്ലാ കൃപകൾക്കായ സ്തുതി, ഇത്രത്തോളം കൊണ്ടുവന്ന എല്ലാ നന്മകൾക്കായ സ്തുതി. അവിടുത്തെ കൃപയെ ഞങ്ങൾ മറച്ചുകൊള്ളണമേ, തിരുനാമം മഹത്വപ്പെടുത്തണമേ.